നമ്മുടെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കാര്യം പറയണ ഞാൻ എന്താന്ന് വെച്ചാൽ UDF മുന്നണിയിൽ 102 സീറ്റ് കിട്ടിയിട്ട് സിംഹാസനത്തിലിരിക്കാൻ ആളില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലിയാണ്. കോൺഗ്രസിൻ്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ 60ൻ്റെയും 70ൻ്റെയും ഇടക്കാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഭരിക്കാൻ കഴിയില്ല. എന്നിട്ട് ഘടകകക്ഷികളെ കുറ്റം പറയുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കാൻ ലീഗിന് എന്താണ് അവകാശം, ഇതിൽ ലീഗിന് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പൂച്ചക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താണ് കാര്യം എന്ന് ചോദിക്കണ മാതിരി ഈ കേരളം ഒട്ടാകെ വെറും കോൺഗ്രസിൻ്റെ വോട്ടുകളല്ല, അതിൽ മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസ് ജെയുടെയും RSP അങ്ങനെ ഒരുപാട് പാർട്ടികൾ, മറ്റുള്ള ചെറിയ ചെറിയ ഘടകകക്ഷികളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടിയതാണ് ടീം UDF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LDFൻ്റെ കാര്യവും. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവിടെ ഭരിക്കാനുള്ള സീറ്റുകൾ ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് ടീമായിട്ട് LDF, UDF, അതേപോലെ NDA ഇങ്ങനെ 3 ടീമുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ലീഗിനെ ആരാണോ കുറ്റം പറയുന്നത് അത് അടുത്ത തിരഞ്ഞെടുപ്പിലായിരിക്കും അത് പ്രതിഫലിക്കുക. അത് പിന്നെ ജനങ്ങളായിരിക്കും അതിന് മറുപടി കൊടുക്കുക. അപ്പോൾ ഒരു കക്ഷിയിൽ നിന്നിട്ട് ആരും ആരെയും കുറ്റം പറയാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദോഷം. ഇപ്പോൾ ഉദാഹരണം PC ജോർജ് സാറ്, അയാൾ എവിടെ ഇരിക്കുന്ന മനുഷ്യനായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ലാതായി. ഒന്നാമത് നമ്മൾ ഏതിലാണോ ഉറച്ചു നിൽക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് തന്നെ കാര്യം കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കുകയാണെങ്കിൽ നമ്മളെ ഇല്ലായ്മക്കാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഒരാൾ 3 പേരുണ്ടെങ്കിൽ 2 പേര് തീരുമാനിക്കുക അവനാകട്ടെ എന്ന്. ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആരും മുഖ്യമന്ത്രി ആയില്ല. ആർക്കും തീരുമാനിക്കാനും കഴിയില്ല. 3ൽ 2 പേര് പറയണം അവനാണ് മുഖ്യമന്ത്രി എന്ന്. അപ്പോഴാണ് അതിന് വിജയം കാണുകയുള്ളൂ. എന്തായാലും നമ്മൾ വോട്ട് ചെയ്തവരൊക്കെ വെറും വിഡ്ഢികളായി. എന്നാലും അവർ തീരുമാനിക്കട്ടെ ആര് ഭരിക്കണം എന്ന്. ആരെങ്കിലും ഒരാൾ വരും, വരാതിരിക്കില്ല. ഇത് കൂടുതൽ നീണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുക്കുന്നവർക്കറിയാം ആർക്കാണ് ഇനി കൊടുക്കേണ്ടതെന്ന്. ഇത് കാരണം ഇവിടെ BJP ഇപ്പോൾ 3 സീറ്റുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് 6 സീറ്റാകും. BJPയുടെ വളർച്ചയ്ക്ക് ഇതൊരു മുൻകൈയെടുക്കലാവും ഇതിന് കാരണമാവും. അതായിരിക്കും ഇതിൻ്റെ ഫലം.